ഹലോ ഹായ്. സോ ഇന്ന് April 8, 2026 ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഇന്നലെ രാത്രി 8:30 മണിക്ക് ഇറാനെ US തകർക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായത് ഇന്ന് രാവിലെ 5:30 മണിക്കായിരുന്നു നടന്നത്. പക്ഷേ അതിന് മുന്നേ ആയിട്ടൊരു പീസ് ഡീൽ ഉണ്ടായി. 2 ആഴ്ചത്തെ ഒരു പ്രോപ്പർ പീസ് ഡീൽ നടന്നു. അതിലൂടെ ഇറാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ 2 ആഴ്ചത്തേക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറന്നു കൊടുക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സീസ് ഫയർ നടന്നതിൻ്റെ മീഡിയേറ്ററായിട്ട് നിന്നത് പാകിസ്ഥാനായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഗോൾഡിന്റെ കൗണ്ടർ പ്രത്യേകിച്ച് 4700 നിന്ന് 4860 വരെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസ് ഫയർ വരുന്നതിന് മുന്നേ ആയിട്ട്. പക്ഷേ അതിനുശേഷം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4800 നിൽക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് സേഫ് അല്ല ട്രേഡ് ചെയ്യാനായിട്ട്, കഴിവതും മാറി നിൽക്കുക. പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞു പോകാം. സോ ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4645 ടു 4880 വരെയാണ് ഇന്നത്തെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് US സെഷന് ശേഷം എന്തായി തീരും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. GBP USD 1.3330 to 1.3500 ആണ് ഇന്നത്തെ റേഞ്ച്. യൂറോ USD 1.1620 to 1.1780 ആണ് ഇന്നത്തെ റേഞ്ച്. USD JPY 157.80 to 160 ആണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി 1500 പിപ്പോളം ഇന്നത്തെ ദിവസം മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യം ഒന്നുമല്ല ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം 50% ലോട്ട് എടുക്കുക. നിങ്ങൾ ഒരു ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 0.5 ലോട്ട് മാത്രം എടുക്കുക. സോ ഗ്യാപ്സുകൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ മാർക്കറ്റിനെ ചേസ് ചെയ്യാതിരിക്കുക. സോ അവർ എയിം ഇസ് ടു പ്രൊട്ടക്ട് അവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.